Meet the editors. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ കേരളം കണ്ടതും കേരളം കേട്ടതും റിപ്പോർട്ടർ ടിവിയിലൂടെയാണ്. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, 8.5 വർഷത്തെ കാത്തിരിപ്പാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. ഈ രാവ് പുലർന്നാൽ അതിജീവിതയ്ക്കൊപ്പം കേരളം മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ വിധിയാവും. ആ വിധിയെ രേഖപ്പെടുത്തുക ഇന്ത്യയിലെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗത്തിൻ്റെ വിധിയായിട്ടാണ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെല്ലാം ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളാണ്. ഇരയാക്കപ്പെട്ടതൊരു നടി. ആ വേട്ടക്കാരനായി FIR-ൽ ചേർക്കപ്പെട്ടിരിക്കുന്നത് സിനിമയിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ഒരാൾ. വിധി അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? റോഷി, അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് കേരള സമൂഹം ഒന്നാകെ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഏതാണ്ട് 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം 2021 ബാലചന്ദ്രകുമാർ റിപ്പോർട്ടിലൂടെ നടത്തിയ സുപ്രധാന വെളിപ്പെടുത്തൽ, അതിനുശേഷം റിപ്പോർട്ടർ പുറത്തുവിട്ട പ്രധാനപ്പെട്ട തെളിവുകളൊക്കെയുണ്ട്. അതാണ് ഈ സംഘത്തിന് ആത്മവിശ്വാസം പകർന്നതും. അങ്ങനെ സുപ്രധാന തെളിവുകൾ അത് പൊതു ഇടത്തിലുണ്ട്. പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്തതാണ് ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന്. ദിലീപ് ഈ ഗൂഢാലോചനയുടെ സൂത്രധാരനാണെന്ന് പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷയും. എന്താണ് ദിലീപിൻ്റെ വൈരാഗ്യത്തിന് കാരണമെന്നതിനടക്കമുള്ള തെളിവുകൾ, അത് ദിലീപിൻ്റെ ശബ്ദം, ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ ശബ്ദമായും ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജിൻ്റെ ശബ്ദമായും അവരുടെയൊക്കെ വാട്സപ്പ് ചാറ്റുകളായും ദിലീപിൻ്റെ സംഘത്തിലെ അഭിഭാഷകരുടെ ശബ്ദവും, അങ്ങനെ നിരവധി തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ ക്രൂരമായ പീഡനത്തിനിരയായ ആ യുവനടി പിന്നീട് ആത്മാഭിമാനത്തോടെ താൻ അല്ല ഈ പുറത്തിരിക്കേണ്ടത്, ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്, അവർക്ക് ആത്മധൈര്യം പകർന്നത് റിപ്പോർട്ടർ നടത്തിയ പോരാട്ടമായിരുന്നു. ആ തെളിവുകളാണ് അവർക്ക് ആത്മധൈര്യം പകർന്നതും അവർ തിരിച്ച് മലയാള സിനിമയിലേക്ക് വന്ന് താൻ അതിജീവിതയാണെന്ന് പ്രഖ്യാപിച്ചത്. ഒരു ഘട്ടത്തിൽ അതിജീവിതയല്ല അപരാജിതയാണെന്ന് എഴുത്തുകാരനായി ടി പത്മനാഭൻ ഈ യുവനടിയെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ചലച്ചിത്ര ഇതിൽ തിരുവനന്തപുരത്ത് വെച്ച് ഈ നടിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാരും ആ പെൺകുട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് ഒരു പക്ഷേ കേരളത്തിലും വിവിധ ഇടങ്ങളിലുമായി പീഡനത്തിന് ഇരയായ പെൺകുട്ടികൾക്ക് ആത്മധൈര്യം, അവരുടെ പോരാട്ടത്തിന് ആത്മധൈര്യം പകർന്ന ഒരു ഇടപെടൽ കൂടിയായിരുന്നു ഈ അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒട്ടനവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞതാണ്. കേസ് അട്ടിമറിക്കാൻ ദിലീപും സംഘവും നടത്തിയ ശ്രമങ്ങൾ, സാക്ഷികളെ മൊഴിമാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വകവരുത്താൻ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ ഡിജിറ്റൽ തെളിവുകളായും അല്ലാതെ മൊഴികളായും അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിലവിലെ 10 പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം പൊതുസമൂഹവും അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ഈ തെളിവുകളിൽ ഭൂരിഭാഗവും റിപ്പോർട്ടർ TV തന്നെ ഏതാണ്ട് ഒരു 2 വർഷക്കാലം, അത് 2017 മുതൽ 2020 വരെയുള്ള ആ കാലഘട്ടത്തിൽ, ഏതാണ്ട് ആ കാലഘട്ടത്തിൽ, അതിനുശേഷം 2021 ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയതിനു ശേഷം ബാലേന്ദ്രകുമാർ തന്നെ റെക്കോർഡ് ചെയ്ത പല ശബ്ദരേഖകൾ അത് ദീർഘകാലമായി റിപ്പോർട്ടർ ഓരോ ദിവസങ്ങളായി പുറത്തുവിട്ടു. പിന്നീട് മെമ്മറി കാർഡ്, അതിലെ ദൃശ്യങ്ങൾ പോലും പകർത്തപ്പെട്ടോ എന്ന സംശയമുണ്ടാക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ പോലും പുറത്തുവിട്ടത് റിപ്പോർട്ടറായിരുന്നു. അത് വലിയ ഗൂഢാലോചന അതിനകത്ത് നടന്നു എന്ന ഒരു സംശയം പുറത്ത് ഉണ്ടാവുകയും ചെയ്തു. മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശം എങ്ങനെ എത്തിച്ചേർന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ദൃശ്യങ്ങൾ എത്തിയതിൻ്റെ തെളിവ് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി മാത്രമല്ല, ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ലഭിച്ച ഈ പീഡനത്തിൻ്റെ കൃത്യമായ രേഖകൾ, അതിൻ്റെ ഓരോ ശബ്ദവും, ആ പീഡന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശബ്ദങ്ങൾ, അതിൻ്റെ സംസാരങ്ങൾ എല്ലാം കൃത്യമായി സെക്കൻഡ് ബൈ സെക്കൻഡായി അവിടെ നോട്ട് ചെയ്തിരിക്കുന്നു. അതെങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തണമെങ്കിൽ ആ ദൃശ്യങ്ങൾ അവരുടെ കൈവശമുണ്ടാകണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ഈ കുറ്റം താൻ ചെയ്തിട്ടില്ലെന്നും പൾസർ സുനിയുമായി ബന്ധമില്ലെന്നും ദിലീപ് ആവർത്തിക്കുമ്പോഴും എന്തിനാണ് കേസ് അട്ടിമറിക്കാൻ ഈ ശ്രമിച്ചത് ദിലീപ് എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴും 8ാം പ്രതിയായ ദിലീപിന് നൽകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ, കാത്തിരിക്കാം റോഷി. ഇതൊരു വലിയ പോരാട്ടമാണ്. റിപ്പോർട്ടറിനെ സംബന്ധിച്ചും അതൊരു വലിയ പോരാട്ടമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിപ്പോർട്ടറിനെതിരെ നിരവധി തവണയാണ് കുറ്റാരോപിതൻ കോടതിയിൽ പോയത്. പല കേസുകളും നമുക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാമുള്ള ഉത്തരം നാളെ കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേരളം കാത്തിരിക്കുന്ന, രാജ്യം കാത്തിരിക്കുന്ന വിധി അത് നാളെ 11 മണിക്കായിരിക്കും ഉണ്ടാവുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കാത്തിരിക്കുക. റിപ്പോർട്ടിലൂടെ ആ വിധിയുടെ സമഗ്രമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. നീതി പ്രതീക്ഷയിലോ എന്നുള്ളതാണ് ചോദ്യം.
നീതി പ്രതീക്ഷയിലോ കേരളം എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി. ഉറപ്പായിട്ടും നീതി പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിലാണല്ലോ 8 വർഷം കടന്നു പോയിരിക്കുന്നത്. ആ പ്രതീക്ഷയിൽ കടന്നു പോകുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ആ യുവനടി കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ നീതി പ്രതീക്ഷയുണ്ട്. ഈ കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കേസ് രാജ്യത്ത് തന്നെ ആദ്യമാണ് ഈ തരത്തിൽ. അതായത് കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യുക എന്നൊരു കേസ് രാജ്യത്ത് തന്നെ ആദ്യമാണ്. ആ നിലയ്ക്കാണ് അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൻ്റെ നടന്ന സംഭവത്തിന് ശേഷം ആരൊക്കെ അവൾക്കൊപ്പം നിന്നു, ആരൊക്കെ അവൾക്കെതിരെ നിന്നു എന്നുള്ളതാണല്ലോ. ആ രൂപത്തിലാണ് കേരളത്തിൽ ചർച്ചയുണ്ടായിട്ടുള്ളത്. അവൾക്കൊപ്പം നിന്നവർ എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത PT തോമസ് MLA അന്നെടുത്ത നിലപാട് അത് വളരെ പ്രധാനമാണ്. അന്ന് ലാൽ എന്ന സംവിധായകൻ്റെ വീട്ടിലേക്കാണ് ഈ നടി ആദ്യം ഓടിച്ചെല്ലുന്നത്. അവിടെ എത്തിയ ശേഷം അവിടെ എടുത്ത ആലോചനകൾ, അവിടെ PT തോമസ് എടുത്ത നിലപാട്, അദ്ദേഹം പുറത്തു പറഞ്ഞ പ്രതികരണം, അതിൽ നിന്നാണ് കേസ് പുറത്തേക്ക് എത്തുന്നത്. ആ രൂപത്തിൽ ശക്തമായി അത് ഉന്നയിക്കപ്പെടുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഇത്രയും വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും നിരാശപ്പെട്ട് പിൻവാങ്ങാമായിരുന്നു, മടുത്ത് പിന്മാറാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ ആ ഒരു പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയും ഞാനൊരു ഇരയല്ല, ഞാൻ വിക്ടിമല്ല എന്ന് പറയുകയും കൃത്യമായ ആ പ്രതികരണവുമായി മുഖത്തോടു കൂടി തന്നെ മുഖം കാണിക്കട്ടെ എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ച് മുന്നോട്ട് വരുന്ന നടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ആ കേസ് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ 2017 ഫെബ്രുവരി 17 ആക്രമിക്കപ്പെട്ട ശേഷം നടന്ന സിനിമാ മേഖലയിലുണ്ടായ മാറ്റങ്ങളും അന്ന് അവൾക്കൊപ്പം നിൽക്കും എന്ന് കരുതിയ, അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം സിനിമാ മേഖലയിൽ എല്ലാവരും കൂടി ഒരു വൈകുന്നേരം ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണം, ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് പറഞ്ഞ ആ വാചകത്തിൽ നിന്നാണ് ആ രൂപത്തിലുള്ള അന്വേഷണത്തിലേക്ക് അത് പോകുന്നത്. അത് ചെന്നെത്തിയത് എവിടേക്കൊക്കെയാണെന്ന് നമുക്കറിയാം. അത് സിനിമാ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രതിധ്വനികൾ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. എത്ര പേർ അവൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയ 10-25 പേരെങ്കിലും മൊഴി മാറ്റിയിട്ടുണ്ട്. ആ മൊഴി മാറ്റിയവർ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ടവരാണ്. അങ്ങനെ സിനിമയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നവർ, അത് അവൾക്കൊപ്പം നിന്നവരുമുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ AMMA എന്ന് മാത്രം ആ സംഘടനയെ വിളിക്കാനും ഒരു കാരണമുണ്ട്. അന്ന് ഈ ആരോപണ വിധേയനായ പ്രതിയും അവിടെയുണ്ട്, ഈ ഇരയും, അല്ലെങ്കിൽ ഇര എന്നിപ്പോൾ പറയേണ്ടല്ല, അതിജീവിത. അന്ന് ആ ഇര പരിവേഷത്തിലൂടെ നിൽക്കുന്ന ആ ഘട്ടത്തിൽ ആ സമയത്ത് ആ സംഘടന എടുത്ത നിലപാട്, ആ സംഘടന വാർത്താ സമ്മേളനങ്ങളിൽ അയാൾക്കൊപ്പം നിന്ന് ചിരിച്ച, കൂക്കി വിളിച്ച ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് കൂക്കി വിളിച്ചവരിൽ ചിലരെങ്കിലും ഇന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ഇത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്, അവൾക്കൊപ്പം നിൽക്കേണ്ടതാണ് എന്ന സമീപനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. മലയാള സിനിമാ മേഖല തന്നെ ഏത് രൂപത്തിൽ മാറി. അന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത മറ്റൊരു ലോകമായിട്ടാണ് മലയാള സിനിമ നിന്നിരുന്നത്. എല്ലാ സിനിമാ ലോകം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്ത്രീകളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടിനൊക്കെ നമ്മൾ പൊതുജീവിതത്തിൽ നമ്മൾ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു മാന്യതയോ രീതിയോ ഒന്നുമല്ല. അപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ സ്ത്രീകൾ അനുഭവിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന രൂപത്തിലേക്ക് ഈ കേസ് ഒരു വഴി തെളിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ WCC എന്നൊരു സംവിധാനം വരുന്നു. WCC എങ്ങനെയാണ് അവൾക്കൊപ്പം ഉറച്ചു നിന്നത്, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അവൾ എന്നത് ഒന്നല്ല, ഒരുപാട് അവൾമാരുണ്ടായിരുന്നു എന്ന രൂപത്തിലേക്ക് പിന്നീട് പല കാര്യങ്ങളും, അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധയൊന്നുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും അതിലൊരു ചെയ്യുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെ WCCയുടെ ഒരു വരവ്, WCC ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നിപ്പോൾ അമ്മ എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് ആ സംഘടന മാറുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു പോസിറ്റീവായ മാറ്റമാണ്. അതിലൊരു സ്ത്രീ തലപ്പത്തെത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് സിനിമാ മേഖലയിലെ മോശം പ്രവണതകൾക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഒരു മാറ്റം വരുത്താൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണോ എന്നുള്ള ചർച്ചകളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പ്രവർത്തിച്ചവർ, അവരുടെ പേര് പുറത്തു വരേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അവർ അങ്ങനെ തുടരാൻ അർഹരല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പരാതികൾ പറഞ്ഞതും മൊഴികൾ കൊടുത്തവരുമായ പലരും അത് ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഈ പ്രവണതയ്ക്ക് ഒരു മാറ്റം വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അത് മാറി. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിനിമാ സെറ്റുകളിലൊക്കെ വലിയ രൂപത്തിലുള്ള മാറ്റമുണ്ടായിരിക്കുന്നു. അവൾ എന്ന് നമ്മൾ വിളിക്കുന്ന അതിജീവിത ഇപ്പോൾ വളരെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ സമൂഹത്തിലുണ്ട്, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ലേ. നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങൾ നോക്കൂ, എല്ലാവരും അവൾക്കൊപ്പമാണ് നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ജനപ്രിയ നായകനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയരുമ്പോൾ 2 തരത്തിലുള്ള ആലോചനകൾ ഉണ്ടാകും. ആ തരത്തിൽ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഈ കാലം മാറിയ മാറ്റത്തിനൊപ്പം തന്നെ ആളുകൾ അവൾക്കൊപ്പം നിൽക്കുന്നുണ്ട്.
മാത്രമല്ല ഒരു ബലാത്സംഗത്തിനിരയായ ഒരാളെ എങ്ങനെ കാണുന്നു സമൂഹം എന്നതിലും ഒരു മാറ്റം വന്നിരിക്കുന്നു. അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് പോസിറ്റീവായി തന്നെ ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ 10 പ്രതികളാണുള്ളത്. ഈ 10 പ്രതികൾക്കും ശിക്ഷ കിട്ടേണ്ടതുണ്ട്. പക്ഷേ കേസിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, പണം വാരി വിതറിയിട്ടുള്ള ആളുകളുടെ മൊഴിമാറ്റൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കേസിനൊരു 2ാം ഘട്ടം ഉണ്ടാകുന്നു. ബാലചന്ദ്രകുമാർ, നമ്മൾ മറക്കാൻ പാടില്ല പേര്. ബാലചന്ദ്രകുമാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ധൈര്യപൂർവ്വം ബാലചന്ദ്രകുമാർ പറഞ്ഞ വെളിപ്പെടുത്തലുകളുണ്ട്. അതൊക്കെ തന്നെയും നമുക്ക് ഈ കേസിൽ ബലപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മനസാക്ഷി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കുറേ ആളുകളുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വന്ന തെളിവുകളാണ്. അവർക്കൊക്കെ തന്നെ ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ മണിക്കൂറിൽ എനിക്കുള്ളത്. നമ്മുടെ കേസിന്റെ നാൾ വഴികളിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളല്ല പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത് എങ്കിൽ കൂടി പക്ഷേ അവസാന വിധി അവൾക്കൊപ്പമായിരിക്കുമെന്നുള്ള പ്രതീക്ഷ ഈ നിമിഷത്തിൽ വെക്കുകയാണ്. ജിമ്മി, ഈ കേസിൻ്റെ നൂലാമാലകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിന്നേ വരെ പരിചിതമായ ഒരു റേപ്പ് കേസല്ല ഇത്. റേപ്പ് കേസിൽ പോലും ഒരു പരിധിയുണ്ട്. പക്ഷേ ഇത് റേപ്പ് കൊട്ടേഷൻ കേസാണ്. അതും ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പിന്നീട് പകർത്തിയെടുത്ത് കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഈ നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പിന്നീട് വേണമെങ്കിൽ ഈ പോൺ സൈറ്റുകളിലേക്ക് ലഭ്യമാക്കുക, ഇതുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപയ്ക്കുള്ള കരാർ ഉറപ്പിക്കുക, ആ ഡീലുമായി ബന്ധപ്പെട്ട് 80 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക. നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്നു നിന്നാണ് ആദ്യത്തെ പ്രതി, 1ാം പ്രതിയായ പൾസസുനി പറഞ്ഞിരിക്കുന്നത്. താൻ ആര് പറഞ്ഞിട്ട് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, അതിൻ്റെ മോട്ടീവ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു വിധി നാളെ ഉണ്ടാകുമെന്ന് തന്നെ നമ്മളെല്ലാവരും കരുതുന്നു. പക്ഷേ ആ വിധി കൊണ്ട് മാത്രം തീരുന്നില്ലല്ലോ. ഇനിയുമുണ്ട് കടമ്പകൾ. അപ്പീൽ പോകും, സ്വാഭാവികമായി മറ്റ് ഘട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നീതി പ്രതീക്ഷയിലാണോ? നീതി പ്രതീക്ഷ നാളെ പലർക്കും പല രീതിയിലാണ്. പ്രതികളുടെ നീതി പ്രതീക്ഷയല്ല എൻ്റെ നീതി പ്രതീക്ഷ. ഞാൻ പോലീസിൽ വിശ്വസിക്കുന്നു, പോലീസിൻ്റെ സ്റ്റോറിയിൽ വിശ്വസിക്കുന്നു. പക്ഷേ കേരള പോലീസ് പറയുന്ന ഈ കഥയ്ക്ക് കുറച്ചുകൂടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. മലയാള സിനിമയിൽ ഇതൊക്കെ നടക്കുമായിരുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും ഇത്തരം ഫിലിം ഷൂട്ടിങ്ങും ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ഇത്തരം ബ്ലാക്ക് മെയിലിങ്ങും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ച സംഭവം. അങ്ങനെ നടന്നിരുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രി നോക്കൂ. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ സംഭവം വലിയ വാർത്തയായി പൊട്ടിയതിനു ശേഷം അന്ന് വൈകുന്നേരം ഒരു പ്രതിഷേധ യോഗം നടക്കുന്നു. ആ പ്രതിഷേധ യോഗത്തിൽ വളരെ വൈകാരികമായും ശക്തമായും സംസാരിച്ച ആൾ പിന്നെ ഈ കേസിൽ പ്രതിയാകുന്നു. അതിനുശേഷം അയാൾ കേസിൽ പ്രതിയാകുന്നതോടുകൂടി ഈ അന്ന് യോഗം നടത്തിയ മനുഷ്യരെല്ലാവരും പെട്ടെന്ന് അയാളുടെ പുറകിൽ അണിനിരക്കുന്ന ഒരു കാഴ്ച, മാധ്യമപ്രവർത്തകരെ കൂകി ഓടിക്കുന്ന കാഴ്ച. അതിനുശേഷം പിന്നെ കേരളത്തിൽ അവരെല്ലാവരും, മലയാള സിനിമാ രംഗത്തെ ഇവരെല്ലാവരും ഒരു പക്ഷം, ബാക്കിയുള്ളവർ വേറൊരു പക്ഷം, അങ്ങനെ 2ആയി തിരിയുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ 8 വർഷം കേരളം കണ്ടത്? മാധ്യമപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ഒരു വശത്ത് നിൽക്കുകയും സിനിമാക്കാരൊക്കെ വേറൊരു വശത്ത് നിൽക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷി ചേരുന്ന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവിടെ നിന്നാണ് ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിതമാകുന്നത്, വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, WCC ആണ് സത്യത്തിൽ മലയാള സിനിമയുടെ തലക്കുറി മാറ്റി വരച്ചത്. മലയാളത്തിൽ സെറ്റിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് അങ്ങനെ ഒരു നിയമം വേണം എന്ന് പറയാൻ ധൈര്യം കാണിച്ചത് ഈ സംഭവത്തിന് ശേഷമാണ്. 2017 ഈ സംഭവത്തിന് ശേഷമാണ്. അതുവരെ സെറ്റ്, അത് ഞങ്ങളുടെ സെറ്റ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് നായക നടന്മാരുടെ, പുരുഷ പ്രകൃതികളുടെ എന്തും പറയാവുന്ന, എന്ത് വായാടുത്തവും പറയാവുന്ന, എന്തും ചെയ്യാവുന്ന അവരുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു വലിയ സംവിധാനത്തിൽ നിന്ന് എതിർസ്വരം ഉയർന്നത് അതിനുശേഷമാണ്. WCC ഉണ്ടായത് മാത്രമല്ല, ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം മുട്ടിടിച്ച് ഉറങ്ങാതെ കിടന്ന എത്രയോ നടന്മാരെ നമുക്കറിയാം. അതിന് കൂടെ നിന്ന് എത്രയോ നടിമാരെ നമുക്കറിയാം. വരണ്ട് പേടിച്ച് ഇന്ന് വരുമോ നാളെ വരുമോ, എങ്ങനെയെങ്കിലും ഈ റിപ്പോർട്ടൊന്ന് മുക്കിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നടന്ന ഓട്ടം നമ്മൾ കണ്ടതല്ലേ. അതിനുശേഷം അന്ന് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കേരളത്തിലെ മനുഷ്യർ വേറൊരു പേരിട്ടു. ഇനി മുതൽ അമ്മയല്ല, നിങ്ങൾ വെറും AMMA എന്ന് പറഞ്ഞു. എത്രയോ കാലം അവരങ്ങനെ മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. 4 കുത്തിനിടയ്ക്ക് അവരുടെ അമ്മ എന്ന സംഘടന ഒതുക്കപ്പെട്ടു. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ വർഷമാണ് AMMA വീണ്ടും അമ്മയായി മാറുന്നത്. അപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് 8 വർഷം കഴിയുമ്പോൾ മലയാള സിനിമയിൽ ഒരു പരിധി വരെ ഒരു വലിയ ശുദ്ധീകരണം നടന്ന കാലമാണ്. ഈ സംഭവത്തിൽ സാക്ഷികളായ ആളുകൾക്ക് വളരെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. സിനിമാ രംഗത്തെ മുടിചൂട മന്നനായിരുന്ന ആളുകളാണ് ഈ കേസിലെ പ്രതിയും പ്രതിയുടെ കൂടെ നിന്ന ആളുകളുമൊക്കെ. വളരെ വലിയ സമ്മർദ്ദമുണ്ടായിട്ടും കേസിൽ ഉറച്ചു നിന്ന് സാക്ഷി പറഞ്ഞവരെയും ഈ തരുണത്തിൽ ഓർക്കണം. കുഞ്ചാക്കോ ബോബനായാലും ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു. അതുപോലെ തന്നെ പൃഥ്വിരാജും ആസിഫ് അലിയും ഒക്കെ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തു. അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർക്കെതിരെയുള്ള കുറ്റം സിനിമാ ഫ്രട്ടേണിറ്റി, നമ്മൾ സിനിമക്കാരെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നൊരു മറുകഥയായിരുന്നു.
ഇപ്പോൾ 2025 നാളെ ഈ കേസിൽ വിധി വരുമ്പോൾ നിങ്ങൾ സിനിമാ രംഗത്തേക്ക് നോക്കിയാൽ അന്ന് വെല്ലുവിളിച്ച ഗോഗോ വിളിച്ച പ്രധാന ആളുകളൊക്കെ തൽക്കാലം തിരശ്ശീലയിലേക്ക് മാറിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ വിധി പ്രസ്താവം വരുന്നത്. പക്ഷേ ഈ കേസിൻ്റെ നാൾ വഴികൾ നമുക്ക് സങ്കടം തരുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അതുകൂടെ പറഞ്ഞു പോകണം. 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൻ്റെ വിചാരണ നടപടിയിൽ നിന്ന് ഒഴിവായി. അതും കേരള ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. സർക്കാർ വളരെ ശക്തമായൊരു പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ച് അന്വേഷിച്ച് 10 പ്രതികളെ കൃത്യമായി ലോക്ക് ചെയ്ത് ഗംഭീര തെളിവുകൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കേരളം നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായി റിപ്പോർട്ടർ TV കൊണ്ടുവന്ന തെളിവുകൾ തന്നെ കൊണ്ടുവന്നു. അതിനുശേഷവും വിചാരണ വരുമ്പോൾ ഈ കേസിൽ നിന്ന് ഞങ്ങൾക്ക് കോടതി അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോവുകയും അവസാനം 3ാമത്തെ പ്രോസിക്യൂട്ടറാണ് ഈ കേസ് പൂർത്തിയാക്കുന്നത്. അതിനുശേഷം ഈ ഇതിനകത്തെ ഇരയാക്കപ്പെട്ട അതിജീവിത അവസാനം കോടതിക്കെതിരെ ആ കേസ് പോവുക. നമ്മൾ വളരെ ഞെട്ടലോടെ കേട്ട വേറൊരു വാർത്തയാണ് ഇതിൻ്റെ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. മെമ്മറി കാർഡ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ്. ഒരു കാരണവശാലും മെമ്മറി കാർഡ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കേരള പോലീസ് വല വിരിച്ചിട്ടും അതിൻ്റെ ഒറിജിനൽ കിട്ടാതിരുന്ന മെമ്മറി കാർഡ് അത് 2-3 പ്രാവശ്യം 2018-ലും 2021-ലും പല കോടതികളുടെ കസ്റ്റഡിയിലേക്ക് ടാമ്പർ ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത വരികയാണ്. ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചു. ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്ത് നടപടി? മെമ്മറി കാർഡിൽ ടാമ്പറിങ് നടന്നിട്ടുണ്ട്. ചില ആളുകൾ ഇത് തുറന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ആരാണെന്നും അറിയാം. പക്ഷേ ഒരൊറ്റ നടപടി ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിലുള്ള കുഴപ്പങ്ങളും വെളിവാക്കപ്പെട്ട ഒരു 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 വിചാരണ കാലം കൂടിയാണ്. അതോടൊപ്പം എങ്ങനെയാണ് ഈ കാര്യത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വരുന്നു, പ്രത്യേകം ജഡ്ജിയെ തീരുമാനിക്കുന്നു, പ്രത്യേക സംവിധാനം വരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും 8 വർഷം എടുത്തു ഈ കേസിൻ്റെ വിധിയിലേക്ക് അടുക്കാൻ. വിചാരണ പൂർത്തിയായിട്ട് തന്നെ ഒരു വർഷത്തിന് മുകളിലായി. ഈ സാധാരണക്കാരായ ഒരു മനുഷ്യന് നീതി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസായിട്ടും എങ്ങനെയാണിത് 8 വർഷം നീണ്ടുപോയത് എന്നുള്ളതും എനിക്ക് വലിയ അത്ഭുതകരമായ കാര്യമാണ്. കേസിൽ ആര് ശിക്ഷിക്കപ്പെടും, ആര് ശിക്ഷിക്കപ്പെടില്ല, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. എന്താണ് തെളിവിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കോടതിക്ക് അറിയാം. അതുകൊണ്ട് അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഞാൻ ഇതിന് പുറത്തു നിന്നുകൊണ്ട് ഇതിനെ കാണാനാണ് ശ്രമിച്ചത്. ഈ 8 വർഷം കൊണ്ട് മലയാള സിനിമയിൽ ഒരു വലിയ ശുദ്ധികലശം നടന്നിരിക്കുന്നു. അമ്മ AMM ആവുകയും AMMയിലെ പുരുഷ പൊങ്കുവന്മാർ ഒതുക്കപ്പെടുകയും WCCI ഇവരെയൊക്കെ കുത്തിനെ പിടിച്ച് നിർത്തി പല കാര്യങ്ങൾക്ക് ഉത്തരം പറയിപ്പിക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നാൽ വലിയ സ്ഫോടനാത്മകമായ സംഭവങ്ങൾ ഉണ്ടാകും. പല പ്രധാനപ്പെട്ട ആളുകളും ജയിലിൽ പോകും. റേപ്പ് കേസ് വരെയാണ് അതിനകത്ത് അക്യൂസേഷനായി വന്നിരിക്കുന്നത്. എന്തായാലും അത് പുറത്തു വന്നില്ല. പക്ഷേ സത്യത്തിൽ ശരിക്കും ഞെട്ടി പേടിച്ചു പോയി കേട്ടോ ഇവരെല്ലാവരും. അത്രയും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ 8 വർഷം കൊണ്ട്. ആ 8 വർഷം മലയാള സിനിമയിലൊരു മാറ്റം ഉണ്ടാക്കിയെങ്കിൽ, കേരള സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാക്കിയെങ്കിൽ, ഈ 8 വർഷം മുമ്പ് നമ്മൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊന്നും അങ്ങനെ കേട്ടു തുടങ്ങിയിട്ടില്ല. നോക്കൂ, 8 വർഷം കഴിയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി എത്രയോ കറക്റ്റായി എത്രയോ മുന്നോട്ടെത്തി നിൽക്കുകയാണ്. സെറ്റുകളിലെ കാര്യത്തിൽ എന്തൊരു ഡെക്കോറം വന്നിരിക്കുന്നു, അതിനെ തിരിച്ച് ചോദ്യം ചെയ്യുമെന്നൊരു പേടിയെങ്കിലും വന്നിരിക്കുന്നു. ആ 8 വർഷം ഒരു വലിയ ശുദ്ധികലശത്തിൻ്റെ നാൾ കൂടിയായിരുന്നു. അതിന് നന്ദി പറയേണ്ടത് ഇതിൽ പോലീസിന് മുമ്പിൽ പരാതി കൊടുക്കാൻ തയ്യാറായ കഴിഞ്ഞ 8 വർഷമായി ഈ കേസിൽ മുന്നോട്ട് നിന്ന് പൊരുതിയ അതിജീവിതയ്ക്കാണ്. അവർക്കാണ് എൻ്റെ സല്യൂട്ട്. കാരണം ഇത് പ്രോസിക്യൂഷനാണ്, ഈ കേസാണ്. അത് പ്രോസിക്യൂഷൻ ഏൽപ്പിച്ച് പിന്നെ പ്രോസിക്യൂഷൻ നടത്തിക്കൊള്ളും. അങ്ങനെയല്ല, അതിജീവിതയായ ആ സ്ത്രീ, ആ നടി ഓരോ ദിവസവും ഓരോ വിഷയത്തിലും മേൽക്കോടതിയിൽ പോകാനായാലും പരാതി കൊടുക്കാനായാലും ശക്തമായി സുപ്രീം കോടതി വരെ പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്ത ഒരു 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 കരുത്തിൻ്റെ പ്രതീകമാണ്. അവരില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല. ഇങ്ങനൊരു പരാതി ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ശുദ്ധികലശം ഉണ്ടാവില്ല, ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാൻ മറ്റ് സ്ത്രീ സഹപ്രവർത്തകർക്ക് ഒരു ധൈര്യമുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി അവർക്ക് പ്രതീക്ഷ നൽകുന്നതാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ആഗ്രഹം അവർക്ക് നീതി കിട്ടണം എന്നുള്ളതാണ്. അത് ആരൊക്കെ ശിക്ഷിക്കപ്പെടും, ആരൊക്കെ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളത് നാളെ അറിയാം. നീതി പ്രതീക്ഷയിലാണോ എന്നുള്ളതാണ്. നീതി പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്, കേരളമുള്ളത്, ഈ രാജ്യമുള്ളത്. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലല്ലോ റേപ്പ് കൊട്ടേഷൻ, ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത്. ഒരു ബലാത്സംഗത്തിൽ ഇരയെ വീഴ്ത്തുന്ന വേട്ടക്കാരന് ലഭിക്കുന്ന സംതൃപ്തിയേക്കാൾ എത്രയോ ക്രൂരമാണ് ഒരു വേട്ടക്കാരൻ കൊട്ടേഷൻ റേപ്പ് വഴി സാധിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമോ, ഈ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഓരോ തവണയും ഞെട്ടലുണ്ടാക്കുന്നത് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും അതിജീവിതയും തമ്മിലുള്ള അധികാരത്തിൻ്റെ അന്തരമാണ്, സ്വാധീനത്തിൻ്റെ അന്തരമാണ്. ഈ കേസിനെ ഞാൻ വ്യക്തിപരമായി വീക്ഷിക്കുന്നതും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കാണുന്നതും ഈ കേസിൽ ഒരുപാട് ഘട്ടങ്ങളിൽ
വാദിക്കാനെത്തിയത് പ്രകൃതി തന്നെയായിരുന്നു. പ്രകൃതിയാണ് ഈ കേസിലെ വാദി. പ്രകൃതിയുടെ കയ്യൊപ്പിട്ട വിധിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും അതിജീവിത നിസ്സഹായായി പോയിരുന്നു. അതിജീവിത നിസ്സഹായായി പോകുന്ന ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയൊക്കെയോ പ്രകൃതി ഒരു വിധി അനുകൂലമായ നിലപാടെടുത്തു വന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ വിധി വരുമ്പോൾ നമ്മൾ 2-3 പേരുടെ പേരുകൾ കൃത്യമായും ഓർമ്മിച്ച് വെക്കണം. അതിലൊന്ന് നേരത്തെ പറഞ്ഞ പി ടി തോമസിൻ്റെ പേരാണ്. പി ടി തോമസ് ഈ കേസിലെടുത്ത ആർജവമുള്ള നിലപാടാണ്. ഒരു സ്വാധീനത്തിലും വഴങ്ങാതെ മനുഷ്യൻ കൊടുത്ത ആ മനുഷ്യൻ്റെ ഇടപെടലുകളാണ് അതിജീവിതയ്ക്ക് നീതി പോരാട്ടത്തിന് വേണ്ടിയുള്ള ധൈര്യം തന്നത്. മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഈ കേസിൽ ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും ഇട നൽകാത്ത വിധം കേസിനെ ഈ രീതിയിലേക്ക് എത്തിച്ചതിന് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും ആ അർത്ഥത്തിൽ ഒരു റെഫറൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അർഹിക്കുന്നുണ്ട്. മൂന്നാമത്തത് ബാലചന്ദ്രകുമാറാണ്. ഇന്ന് നമ്മളോടൊപ്പമില്ല. റിപ്പോർട്ടർ ടി വിയിലൂടെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ അതിജീവിതയെ പ്രകൃതി സഹായിക്കാനെത്തിയത്? വളരെ അത്ഭുതകരമാണ്. സാധാരണ രീതിയിൽ ഇത്തരമൊരു കേസിൽ ഇത്തരം സ്വാധീനശേഷിയുള്ള ഒരാൾ എത്തിയാൽ അതൊക്കെ തേച്ചുമാശപ്പെടുന്നു പോകുന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിവിദഗ്ധമായിട്ടാണ് കരുക്കൾ നീക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പൾസർ സുനിയെ പോലെ ഒരു ഡ്രൈവറെ ഉപയോഗിച്ച് ഒരു നടിയെ ബലാത്സംഗം ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി, ആ ദൃശ്യങ്ങൾ പിന്നീട് പോൺ വിപണിയിൽ ലഭ്യമാക്കി ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തെ നശിപ്പിക്കുകയായിരുന്നു ഇതിലെ പ്രധാന പ്രതിയുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഡയറി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ ഒരിടത്തെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? വിവാഹം കഴിക്കാൻ പോകുന്നൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹ പൂർത്തീകരണമാണെങ്കിൽ, ഒരു വേട്ടക്കാരൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണെങ്കിൽ, വന്യമായൊരു ക്രിമിനൽ ഒഫൻസ് ആണെങ്കിൽ അതിലും എത്രയോ 10 മടങ്ങാണ്. അതിലൊരു ഡ്രൈവറെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അത് പൊതുവിപണിയിൽ ലഭ്യമാക്കി ആ പെൺകുട്ടിയുടെ മാനത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അതുമൂലം ലഭിക്കുന്ന ഒരു കിക്കുണ്ടല്ലോ, ആ ലഹരിയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭയം എന്ന് പറയുന്നത്. ആ ലഹരിയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതും തികഞ്ഞും ഒരു നടൻ്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ വീഴ്ചയെ ചുറ്റിപ്പറ്റിയാണ് ഈ കേസ് മുഴുവൻ തുടങ്ങുന്നത്. ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. ഈ കേസിൽ വ്യക്തിപരമായ ബന്ധമുള്ളയാളെന്ന നിലയിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും. പക്ഷേ 2-3 കാര്യങ്ങൾ പ്രേക്ഷകർ അറിയണം. ഈ കേസിൽ അതിജീവിത നിസ്സഹായി പോകുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളും അനുകൂലമായി വന്നത്? നോക്കൂ, പ്രകൃതിവാദിയാണെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ കേസിൽ 8ാമത്തെ പ്രതിയായ ദിലീപിലേക്ക് അന്വേഷണം എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ നിർണായക ഘട്ടത്തിൽ ആ തെളിവ് തന്നെ ഉണ്ടാക്കി വെച്ചു 8ാമത്തെ പ്രതി. പോലീസിന് മുഖ്യമന്ത്രിക്ക് തന്നെ അയച്ചിരിക്കുന്ന പരാതിയിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ഈ 1ാമത്തെ പ്രതി കത്തെഴുതി തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന മട്ടിലുള്ള പരാതി. ആ പരാതിയിൽ തുടങ്ങുകയാണ് ടേണിംഗ് പോയിന്റ്. ഒരു പക്ഷേ 6 പ്രതികളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ കേസിലേക്ക് പിന്നീട് ബാക്കി പ്രതികൾ എത്തിച്ചേരുന്നത് ഈ ഘട്ടത്തിലാണ്. അവിടെ മുതലാണ് ഈ അന്വേഷണത്തിനൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം നോക്കൂ, ഈ 8ാമത്തെ പ്രതിയായ ദിലീപ് എഴുതുന്ന കത്ത്, ആ കത്തിനെ തുടർന്ന് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണം 3 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ദിനേശ് കാശ്യപിനെ ഏൽപ്പിക്കുന്നു. ആ കാശ്യപ് അതിനുശേഷം ബാബുകുമാറിനെ ഏൽപ്പിക്കുന്നു. ബാബുകുമാർ ആ അന്വേഷണത്തിൽ ഈ പൾസർ സുനിയെ പോയി കണ്ട് ഈ കത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോഴാണ് ബാക്കി എല്ലാ വിവരങ്ങളും ചുരുളഴിഞ്ഞു വരുന്നത്. സാധാരണ രീതിയിൽ ഇത്തരം ജയിലുകളിലെ ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ മാഞ്ഞു പോകലാണ് പതിവ്. പക്ഷേ കോവിഡ് കാലമാണ്. ആ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളൊന്നും അധികം മാറ്റപ്പെടാതെ അവിടെ സൂക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ജയിലിനുള്ളിൽ വളരെ നിർണായകമായ ചില തെളിവുകൾ അങ്ങനെ CCTV കൂടി സമ്മാനിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിയുടെ വാദമാണ്. പ്രകൃതിക്ക് ഈ കേസ് ജയിച്ചേ മതിയാകൂ എന്ന് നിർബന്ധമുള്ളതുപോലെയായിരുന്നു ഈ അതിജീവിത നിസ്സഹായ ഘട്ടങ്ങളിലെല്ലാം സാഹചര്യങ്ങൾ ഒരു അനുഗ്രഹം പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിനുശേഷമല്ലേ നിർണായകമായ വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്താണ് ആദ്യം 8ാമത്തെ പ്രതി പറഞ്ഞത്? പൾസർ സുനിയുമായി എനിക്കൊരു ബന്ധവുമില്ല, അറിയില്ല എന്നാണ്. ഒടുവിൽ ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് കണ്ട കൂടിക്കാഴ്ച ദൃശ്യസഹിതം പുറത്തേക്ക് വന്നില്ലേ? ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിൽ പത്മസരോവരത്തിൽ ഈ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് നടത്തിയ കൂടിക്കാഴ്ച നിർണായകമായില്ലേ? ആ സമയത്തുള്ള CDRലെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഇവരുടെ എല്ലാം സാന്നിധ്യം ആ പ്രദേശത്തുണ്ടായിരുന്നില്ലേ? അതിനുശേഷം അവിടെ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങൾ അനധികൃതമായി അവിടെ കാണുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയായി നമ്മുടെ മുന്നിലുണ്ട്. റിപ്പോർട്ടറിൻ്റെ ടെലിവിഷൻ ക്യാമറയിലല്ലേ ഈ പ്രതി ഈ കുറ്റം സമ്മതിച്ചുകൊണ്ട് പറയുന്നത് 1.5 കോടി രൂപയ്ക്ക് ഏറ്റെടുത്ത കൊട്ടേഷനാണ് എന്ന്. 1.5 കോടി രൂപ, 80 ലക്ഷം രൂപ വാങ്ങി 70 ലക്ഷം രൂപ കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇത് പുറത്തറിയുമായിരുന്നില്ല.
ആ 80 ലക്ഷത്തിൽ ഒതുക്കിയത് വീണ്ടും ഈ 8ാമത്തെ പ്രതിക്കെതിരായിട്ട് വരികയും ഈ കേസിലെ ചുരുളഴിയുന്നതിന് കാരണമാവുകയും ചെയ്തു. ഓരോ ഘട്ടങ്ങളിലായി ഈ കേസ് ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിൽ പ്രകൃതി തന്നെയാണ് വാദിയുടെ ഭാഗമായി നിൽക്കുന്നത്, പ്രകൃതി തന്നെയാണ് ഈ കേസിൻ്റെ വിധി പറയാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇനി ഒരു കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ. ഈ കേസിൻ്റെ നിർണായകമായ അവസ്ഥയിൽ ഏകദേശം 221 രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. 28 സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് ഈ കേസിൽ. നോക്കൂ, അവരിൽ പലരും ഈ അതിജീവിതയുടെ അടുത്ത് നിന്നിരുന്ന ആളുകളാണ്. അതിജീവിതയുമായി സൗഹൃദം സ്ഥാപിച്ചു നിന്നിരുന്നവർ, അതിജീവിത പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന 28 പേര് മൊഴിമാറ്റി. അതിൽ ചിലരെങ്കിലും ഈ പ്രതിയുടെ ബന്ധുക്കളോ പ്രതിയുടെ സഹപ്രവർത്തകരോ ആണ്, ഈ വാദിയായ അതിജീവിതയുടെ സഹപ്രവർത്തകയുമാണ്. അവർക്കൊക്കെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടില്ലേ. സിദ്ദിഖിന് ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, ഇടവേള ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചു, ഇവരൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന തരത്തിലാണ് ഓരോ തരത്തിലുള്ള കേസും കൂട്ടവുമായി വരുന്നത്. പ്രകൃതി തന്നെ വിധി എഴുതുന്ന ഒരു കേസായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ സാധാരണ രീതിയിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അതിൽ നേരിട്ടുള്ളൊരു ലിങ്ക് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ സാഹചര്യ തെളിവുകൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി സ്വയം ഇതാ ഞാൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന മട്ടിലാണ് വന്നു നിൽക്കുന്നത്. അതിനിടയിലാണ് റിപ്പോർട്ടർ TV നടത്തിയ ഇടപെടലുകളും ആ തെളിവുകൾ ഓരോന്നോരോന്നായി സമൂഹത്തിൻ്റെയും കോടതിയുടെയും മുന്നിലേക്ക് കൊണ്ടുവന്നതും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിലെ മുഴുവൻ പ്രതികളും നാളെ ശിക്ഷിക്കപ്പെട്ടാലും അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം അതിജീവിതയുടെ ഏറ്റവും വലിയ സങ്കടമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിലെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ 3 തവണ മാറിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ജില്ലാ ജഡ്ജിയുടെ വീട്ടിലെ ഒരു സെഷൻസ് ക്ലർക്ക് ഒരു സീനിയർ ക്ലർക്കിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്. അങ്കമാലിയിലെ മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ വെച്ച് അത് അനധികൃതമായി ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയുണ്ട്. ഈ പരാതികളിലൊന്നും ഇതുവരെയും നടപടിയായിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിജീവിത കൊട്ടേഷൻ റേപ്പിന് ഒരു ഘട്ടത്തിൽ വിധേയമാവുന്നു, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അവർ റേപ്പിന് വിധേയമാവുന്നു. ഒരർത്ഥത്തിൽ അതിജീവിത 2 തവണയാണ് റേപ്പിന് വിധേയമായത്. ഒന്ന് വളരെ ക്രൂരനായ ഈ പൾസ് സുനി എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിയാലും, രണ്ടാമത് ഒരു സിസ്റ്റത്താലും റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രതി. മൂന്നാമത് ഈ പ്രതി എങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടെന്നറിയാമോ? പൊതുസമൂഹം ഈ ആദ്യം ഈ നടനോടൊപ്പം നിന്ന് ദിലീപിനൊപ്പം എന്ന നിലപാടെടുത്തു നിന്നിരുന്ന ഒരു പൊതുസമൂഹമുണ്ട്. ഒരു വലിയ സൈബർ ലിഞ്ചിങ് ഉണ്ടായത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അന്ന് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്താണ്? 1ാം പ്രതിയായ പൾസ് സുനിയുമായി ഈ അതിജീവിതയായ നടിക്ക് അടുത്ത ബന്ധമാണ് എന്ന മട്ടിലുള്ള കുപ്രചരണങ്ങളാണ് എടുത്തുവിട്ടത്. ഞാനിവിടെ ഒരിക്കൽ കൂടി പറയുന്നു, പ്രകൃതി ഒരു വാദിയായി വരികയും പ്രകൃതി അതിജീവിതയെ ഒരു ഘട്ടത്തിൽ തുണയ്ക്കുകയും ചെയ്തത് അവിടെയാണ്. ഗോവയിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലാൽ ക്രിയേഷൻസിൻ്റെ ബാനറിൽ അന്ന് ഡ്രൈവറായിരുന്ന ഈ പൾസ് സുനി ഒരു ദിവസത്തെ കൊട്ടേഷനാണെന്ന് പ്ലാൻ ചെയ്യുന്നത്. കൊട്ടേഷൻ ആദ്യം നിശ്ചയിക്കുന്നത് കൊച്ചിയിൽ വെച്ചല്ല, കൊട്ടേഷൻ ഗോവയിൽ വെച്ചാണ്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഈ പെൺകുട്ടിയെ, ഈ അതിജീവിതയെ ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതല അങ്ങോട്ട് പോയി ഏറ്റെടുക്കുകയാണ് പൾസ് സുനി. എന്നിട്ട് അവിടെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിരുന്നു പരിപാടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൊച്ചിയിലെ തിരക്കുള്ള ഈ നഗരത്തിൽ വെച്ച് നടന്നു ഈ സംഭവം. അവിടെ സഹായിക്കുന്ന PT തോമസും നടനായ ലാലും ഒക്കെ ഉണ്ടായിരുന്നു. ഗോവയിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ആര് രക്ഷിക്കുമായിരുന്നു അതിജീവിതയെ? അവിടെ എന്താകുമായിരുന്നു അവസ്ഥ? ഈ പെൺകുട്ടിയോട് എന്താ പറയുന്നതെന്നറിയാമോ? കാറിൽ അതിജീവിതയെ ചെയ്യുന്ന സമയത്ത്, ഈ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്ത് അതിജീവിത ചോദിക്കുന്നുണ്ട്, നിനക്കിത് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പൾസ് സുനി പറയുന്നൊരു വാചകമുണ്ട്, ഞാനും ക്യാമറയുടെ പരിധിയിലാണ് എന്നാണ്. ഞാനും ക്യാമറയുടെ പരിധിയിലാണ്, ഞാനും അണ്ടർ സർവൈലൻസിലാണെന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താ? ദിലീപിൻ്റെ ഡ്രൈവർ ഈ അങ്കമാലി മുതൽ ആലുവ വരെ ഈ കാറിനെ പിന്തുടർന്നുണ്ടായിരുന്നു. അതാണ് CDRൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ആ ദിവസം ഈ 8ാമത്തെ പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതും സഹോദരിയുടെ ഫോണിലേക്ക് ഈ പൾസ് സുനിയെയും നടിയെയും പിന്തുടർന്നുകൊണ്ടിരുന്ന കാറിൽ നിന്നുള്ള ഫോൺ കോളുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട തെളിവായി നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. ആ തെളിവുകളെല്ലാം ഓരോന്നോരോന്നായി പ്രകൃതി വീണ്ടും ഒരിക്കൽ കൂടി അതിജീവിതയുടെ പക്ഷത്തിലേക്ക്, അതിജീവിതയുടെ സഹായത്തിനായി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നാളെ വിധിയിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാളെ വിധി എഴുതുന്നത് ജഡ്ജിയാണെങ്കിലും അത് പ്രകൃതി എഴുതുന്ന വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന വിധിയായി വരും. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഏറ്റവും പരമപ്രധാനമാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ളത്. ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതയെ ഏതെങ്കിലും തരത്തിലൊരു സിസ്റ്റം
ഒളിച്ചു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് പുറത്തെടുത്തു വിടേണ്ടതാണ്. അതിന് തീർച്ചയായിട്ടും അതിജീവിത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നാളെ പ്രകൃതി ഒരിക്കൽ കൂടി അതിജീവിതയുടെ പക്ഷം ചേർന്ന് ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വിധി എഴുതും, ഒരു കയ്യൊപ്പ് ചാർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് കേരളത്തിന് മാത്രമല്ല, അത് പോരാടാൻ സഹായിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു കരുത്തായി മാറുകയും ചെയ്തു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അതിജീവിതയ്ക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. അത് കേരളത്തിലെ സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ ആത്മാഭിമാനത്തോടുകൂടി അവർ നേരിടുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തുറന്നു പറയാൻ ത്രാണിയുണ്ടാക്കിയതിന്, സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിയാൻ ഇടവരുത്തിയതിന്, ഒപ്പം സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയെ സൃഷ്ടിച്ചതിന്, എത്ര തവണ ഈ സിനിമയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചു, സിനിമയിലെ സെറ്റുകളിൽ നിന്ന് ഈ പെൺകുട്ടിയെ വിലക്കാൻ ശ്രമിച്ചു, ഇതെല്ലാം നമ്മുടെ മുന്നിലില്ലേ. മലയാള സിനിമയിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അവർ നിർഭയം പോരാടിക്കൊണ്ടേയിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. പൾസസുനിയുടെ ആ ഫോൺ കണ്ടെത്തുന്ന പക്ഷം, അതിനുള്ളിലൊരിക്കുന്ന നിർണായകമായ തെളിവുകൾ ഇതേ അതിജീവിതയുടെ സമാന അവസ്ഥയിലൂടെ കടന്നുപോയ 1-2 നടിമാരുടെ ജീവിതാനുഭവങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പിഴവില്ലാത്ത ഒരു വിധി നാളെ പ്രകൃതി നമ്മളുടെ പ്രിയപ്പെട്ട അതിജീവിതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി എഴുതും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നീതി പ്രതീക്ഷയിലോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ, അതിജീവിതയ്ക്കും അതിജീവിതയുടെ ഒപ്പം നിന്ന കുറച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കും കിട്ടേണ്ട വിധിയാണ് നാളെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വി 2017 ഫെബ്രുവരി 17 തുടങ്ങി റിപ്പോർട്ടർ ടി വിയിൽ പ്രവർത്തിച്ച ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരും അതിനോട് സഹകരിച്ച അന്നത്തെ ചീഫ് എഡിറ്ററായ നികേഷ് കുമാറും അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടൻ്റായ റോഷിപാലും ഇവരെല്ലാം നടത്തിയൊരു വലിയ പോരാട്ടമുണ്ട്. ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടുള്ളൊരു പോരാട്ടം. അത് നീതി കിട്ടിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് പറയുന്ന ഒരു പോരാട്ടമായിരുന്നു. കാരണം നീതിക്ക് വേണ്ടി വലിയ പോരാട്ടം. ഞാൻ ഈ രണ്ടാമത്തെ റിപ്പോർട്ടർ ടി വി തുടങ്ങിയ സമയത്ത് എന്ത് ഹാഷ്ടാഗ് ഇടണം എന്ന് നോക്കിയ സമയത്ത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഇടാൻ കാരണം തന്നെ ഈ പറഞ്ഞ അതിജീവിതയുടെ ഒരു പോരാട്ടത്തിന് മുന്നിൽ വെച്ചിട്ടാണ്. അത് കണ്ടിട്ടാണ് അന്ന് അങ്ങനെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് തന്നെ ഇടാൻ കാരണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് നമ്മൾ കേട്ടുകേൾവി പോലുമില്ല. ഒരു അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടിയെ രാത്രി 7:45 തൃശ്ശൂരിൽ നിന്നെടുത്ത് രാത്രി 9:55 പടമുകളിലെത്തുന്നതിനുള്ളിൽ നടന്ന ഒരു വലിയ രീതിയിലുള്ള റേപ്പ് ഒരു കൊട്ടേഷൻ്റെ ഭാഗമായി നടക്കുക എന്ന് പറയുന്നതാണ്. അതെന്താ സംഭവിക്കുന്നത്? അത്താണിയിൽ വന്നിട്ട് ഇവർ സഞ്ചരിച്ച SUV വാഹനത്തിലൊരു ട്രാവലർ വന്നിടിക്കുന്നു. അവരിറങ്ങി ചർച്ച ചെയ്യുന്നു. ആ സ്ഥലത്ത് 2 പേര് വാഹനത്തിനുള്ളിലേക്ക് കയറുന്നു. അടുത്തയാൾ വാഹനം എടുക്കുന്നു. ഈ എറണാകുളം പട്ടണത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. ഈ പറയുന്ന പട്ടാപ്പകൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ര തിരക്ക് പിടിച്ച സമയത്ത്, രാത്രിയുടെ തുടക്ക സമയത്ത്, കൊച്ചി എന്ന് പറയുന്ന അത്രയും തിരക്ക് പിടിച്ച സ്ഥലമല്ലേ, അവിടെ ഇങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. കാരണം അവർ അനുഭവിച്ച ഡ്രോമ ഉണ്ടാവുമല്ലോ, ആ സംഭവം നടന്നതല്ലേ. നടന്നിട്ട് പോലും ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു നടൻ്റെ വീടിന് മുൻപിൽ കൊണ്ട് ഇറക്കി വിടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഇവരുടെ ഒരു മനസ്സും ക്രൂരത എന്താണെന്നുള്ളത്. അപ്പോൾ അത് തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതിയല്ലോ എത്ര വലിയ രീതിയിലുള്ള ക്രൂരതയാണ് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി നടനിലേക്ക് എത്തുമ്പോഴോട് അതിന് മുന്നേ തന്നെ ഇവർ തന്നെ വന്നിട്ട് അയ്യോ നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ആരാണോ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അവർ തന്നെ വന്ന് നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. എന്നിട്ട് അതൊരു സംഘമായി മാറുകയും ആ സംഘം ഈ പറയുന്ന അതിജീവിതയെയും ആ അതിജീവിത കൂടെ നിന്നവരെയും സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് കഴിഞ്ഞ ഒരു 3-4 വർഷം കണ്ടത് അല്ലേ. അപ്പോൾ ആ ആക്രമണം ഏറ്റുവാങ്ങി ശക്തമായി നിന്ന് പ്രതിരോധിച്ച് അവർക്കൊപ്പം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ അതിജീവിതയുടെ ഒക്കെ ആൾക്കാർ നിന്നു ഞാൻ വിചാരിക്കുന്നില്ല. വളരെ ചുരുക്കം ആൾക്കാരെ തൻ്റെ അടുത്തോടുകൂടി നിന്നുള്ളൂ. അപ്പം ഞാൻ ഈ PT തോമസിൻ്റെ കാര്യം പറയുന്നതോടുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലല്ല കേരളത്തിലെ ആഭ്യന്തരമന്ത്രി എങ്കിൽ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ശക്തമായ നിലപാടാണ്. കഴിഞ്ഞ 9.5 വർഷം ഒരു മന്ത്രിയുടെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. കാരണം ഇവിടെ ശക്തമായ നിലപാടെടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ അത് ഏൽപ്പിക്കുകയും ആ ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥ സംഘവും നടത്തിയൊരു വലിയ പോരാട്ടം ഉണ്ടല്ലോ, ഈ ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോരാട്ടം. അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ, കാരണം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എവിടുന്നൊക്കെ പ്രഷർ വരും, ഏതൊക്കെ സമയങ്ങൾ പ്രഷർ വരും. കാരണം ഒരു മന്ത്രിസഭ എല്ലാം മാറിയിട്ടോ, അത് കഴിഞ്ഞൊരു മന്ത്രിസഭ വന്നു, പുതിയ സംവിധാനങ്ങൾ വന്നു. ഈ പറയുന്ന നടൻ സിനിമയിൽ പിന്നെയും വലിയ രീതിയിൽ സിനിമകൾ എടുക്കുന്നു, വലിയ രീതിയിൽ പടങ്ങൾ ഇറക്കുന്നു, വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, വലിയ രീതിയിൽ അവരുടെ കയ്യിൽ പിടിപാടുണ്ടാകുന്നു. ഇതൊക്കെ തരണം ചെയ്തിട്ടും ഈ ഒരു സംഘം ഇതുകൂടി നിന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് ഇതിൻ്റെ കളം മാറി എന്നുള്ളതാണ്.
അത് ഒരു സമയത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചെങ്കിലും ഇതെന്തോ അതിജീവിത എന്തോ വലിയ കുറ്റക്കാരിയാണെന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വിജയിച്ചെങ്കിലും ബാലചന്ദ്രകുമാർ വരുന്നതോടുകൂടി ഇതിൻ്റെ കളം മാറി എന്നുള്ള റോഷിപാലിനോട് വന്നിട്ട് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നതോടുകൂടി ഇതിന് കളം മാറി എന്നുള്ളതാണ്. ആ കളം മാറുക എന്ന് പറയുന്നത് ദിലീപ് ഈ ആക്രമണം നടത്തുന്നതിന് 1.5 മാസം മുന്നേ ഇവർ തമ്മിൽ കണ്ടു എന്ന് പറയുന്നതോട് കൂടിയിട്ട് അതിൻ്റെ കളം മാറി. അത് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം വേറെ ലെവലിലേക്കാണ് മാറുന്നത്. ആ അന്വേഷണം മാറുന്നതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടുന്നതോടുകൂടി നടന്നു എന്ന് സ്ഥിരീകരിച്ചു ഇല്ലേ. ഇതെങ്ങനെയാണ് പ്രതികളിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാറിൻ്റെ വരവോട് കൂടിയിട്ട് ഇതിൻ്റെ തെളിവുകൾ പൂർണ്ണമാക്കി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോവുകയും അത് തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചർച്ച ചെയ്ത ഇന്ത്യൻ ഫിലിം ഫീൽഡിൽ മൊത്തമായൊരു ഉദ്ധാരണത്തിന് വകുപ്പ് വഴിവെച്ച ഒരു കേസായിട്ടാണ് മലയാളം സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ ഇത്ര വൃത്തിയായി ഉദ്ധരിച്ച ഒരു വേറൊരു കേസുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഇല്ല അല്ലേ. അങ്ങനെ അതിനൊരു തൻ്റെ ഇടം ഈ നടിയാണ്. ഇങ്ങനെ ഒരു നടികൾ ഇറങ്ങിയും കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നടന്മാരടക്കം എല്ലാവരും അവരെ കുത്തകയായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സംവിധാനങ്ങളെ മുഴുവൻ പൊളിച്ചടുക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ WCC ഉണ്ടാക്കി. WCC എന്ന കേരളത്തിലെ ഇപ്പോൾ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ? മനസ്സിലായോ? അതിന് ശേഷം കണ്ടത് എന്താണ്? അതിനുശേഷം ഈ പ്രതിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവന്മാരെല്ലാം ഇതുകൂട്ട് സമാനമായ കേസുകളിൽ ജയിലിൽ പോവുകയോ ജാമ്യം എടുക്കുകയോ പ്രശ്നങ്ങളാവുകയോ കേസ് പുറത്തു വരികയോ ചെയ്തില്ലേ അല്ലേ? അവരൊക്കെയാണല്ലോ ഈ സപ്പോർട്ട് ചെയ്ത് മൊഴി മാറ്റാനും സംവിധാനത്തിനൊക്കെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ എന്താണ് അതിന് ശേഷം സംഭവിച്ചത്? അപ്പോൾ അതെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാണെന്നും സിനിമയിൽ പോകുന്ന സ്ത്രീകളെല്ലാം എന്തോ ഒരു വൃത്തികെട്ട സ്ത്രീകളാണ് എന്ന് ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹത്തെ ഈ ഒരു കേസോടുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. അപ്പം എല്ലാ സമയങ്ങളിലും എല്ലാ കാലങ്ങളിലും കാലത്തിൻ്റെതായ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ അരുൺ സാർ പറഞ്ഞ പോലെ ഒരു മാറ്റം കൊണ്ടുവരും. ആ മാറ്റത്തിൻ്റെ ഭാഗമാണ് ഈ അതിജീവിത എന്നുള്ളതിന് കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയുടെ കൂടെ നിന്ന ആൾക്കാർക്കും കൂടെ നിന്ന് പ്രവർത്തിച്ചവരെയും സപ്പോർട്ട് ചെയ്തവരെയും അതുപോലെ തന്നെ ഈ നീതി എങ്ങനെ ആർക്ക് കിട്ടണം എന്നുള്ളതാണ്. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുകയും അല്ലാത്തവർക്ക് നീതി കിട്ടുകയും വേണ്ടുന്ന സംവിധാനമാണല്ലോ. ഞാൻ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വളരെ വിശ്വാസമുള്ള ആളാണ്. ഇന്ത്യൻ ജുഡീഷ്യറി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും അതിൽ വലിയ രീതിയിൽ ആൾക്കാർക്ക് കൈകടത്തൽ നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിൽ നിന്ന് നീതിക്ക് വേണ്ടി പോരാടുന്ന നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു അതിജീവിതയ്ക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. നാളെ 11 മണിയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നെല്ലും പതിരും തിരിയും എന്നുള്ളതല്ലേ. നെല്ലും പതിരും തിരിയുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? കേരളത്തിൽ ഇതുവരെ മുന്നോട്ടുള്ളതും ശേഷമുള്ള 2 സംവിധാനം. ഈ വിധി എന്ന് പറയുന്നത് ഇതുവരെ എന്താണോ ജുഡീഷ്യറിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെയല്ല. കാരണം ഒരു വിധി കിട്ടിയാൽ ആ വിധി കഴിഞ്ഞാൽ അത് വിധി കിട്ടുക മാത്രമല്ല വിധി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധി കൂടി ആയിരിക്കണം അല്ലേ. അതുപോലൊരു വിധി ഉണ്ടാവുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ സംവിധാനത്തെ റിപ്പോർട്ടർ TV സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ TV അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം മാത്രം നിന്ന സ്ഥാപനമാണ് റിപ്പോർട്ടർ TV. വേറെ ആർക്കൊപ്പം നിന്നിട്ടില്ല. അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. എനിക്ക് 2017 രാത്രി 18-ാം തീയതി വെളുപ്പിനെ 2:30 ലേബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ വാർത്ത വെളുപ്പിനെ. കാരണം അന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ വാർത്തയാണ്. ഇന്ന് 8 വർഷം പൂർത്തിച്ചു. ഒരു അണുവിട പിന്നോട്ട് പോകാതെ ഈ പറയുന്ന സ്ഥാപനം നിന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് റിപ്പോർട്ടർ TVയിൽ ഉണ്ടായിരുന്നതും പോയ ജേർണലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ട കേരളത്തിലെ ഒരു ജേർണലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരുടെ ആർജവത്തിൻ്റെയും കൂടെ വിധിയായിരിക്കും നാളെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. ഈ റിപ്പോർട്ടർ TVക്കെതിരെ MV നികേഷ് കുമാറും റോഷിപാലും ഒക്കെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ വന്ന നിരവധി കേസുകളുണ്ട്. 8 കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ 8 കേസും ഞങ്ങൾ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞങ്ങൾ നേരിടും. അത് ഈ പോരാട്ടത്തിന് കിട്ടിയ വിജയാട്ടോ. ഒരു കേസ് എന്ന് പറയുന്നത് പോരാട്ടത്തിന് കിട്ടുന്ന വിജയമായിട്ടാണ് കാണുന്നത്. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നീതി പ്രതീക്ഷയിലോ എന്നുള്ളതാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യേസ് എന്ന് തന്നെയാണ്. Meet the editors.